ഹേ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസിലെ 2 അമേരിക്കൻ മസിൽ കാസുകളാണ്. ഇത് ഡോമിൻ്റെയും അതുപോലെ തന്നെ ഇത് ലെറ്റിയുടെയും കാസുകളാണ്. ഇത് ജേഡ ടോയ്സിൻ്റെ 24 സ്കെയിലിൽ വരുന്ന മോഡലുകളാണ്. പിന്നെ ഇത് ഏതാ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1968 ഡോട്ട് ചാർജറും അതുപോലെ തന്നെ ഇത് 1973 പ്ലിമൗത്തിൻ്റെ ബറാക്യൂഡ എന്ന് പറയുന്ന മോഡലുമാണ്. ഇത് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തേക്കുന്നത് മെറ്റൽ വിത്ത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ കാസുകൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഈ മോഡൽ ഇപ്പോഴും അവൈലബിൾ ആണ്, പക്ഷേ ഈ മോഡൽ അവൈലബിൾ അല്ല. ഇതിന് റീസ്റ്റോക്ക് വരുമോയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 കാസിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആണ് 1968 ഡോഡ്ജ് ചാർജർ. നമ്മൾ ഈ സെയിം കാറ് ഫാസ്റ്റ് സാഗ എന്ന് പറയുന്ന മൂവിയിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ വിൻ ഡീസൽ ഈ കാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാറിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്ന ഇതിൻ്റെ ബ്ലാക്ക് കളറിൽ വരുന്ന മാറ്റ് പെയിൻ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ കുറച്ച് വൈഡായിട്ടാണ് ഈ കാറ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ കാറ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് റിംഗ് ബ്രദേഴ്സിൻ്റെ ടസ്ക് എന്ന് പറയുന്ന ഒരു ചാർജറുണ്ട്. ഇതിൻ്റെ രൂപവും അതിൻ്റെ രൂപം ഏകദേശം സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്പെക്ക് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഈ കാറ് കാഴ്ചയിൽ രണ്ടും ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും വലിയൊരു ഗ്രില്ല് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വലിയൊരു ഹുഡ് കാണാം. ഹുഡിൽ തന്നെ ഹുഡ് പിൻസും ഒരു ഫ്യൂവൽ ടാങ്കും കൊടുത്തതിന് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡോസ് എല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലായിട്ടാണ് ഇൻറ്റീരിയർ കൊടുത്തേക്കുന്നത്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 സീറ്റ്സും ഡാഷ്ബോർഡും സ്റ്റിയറിങ്ങും ഗിയറും പിന്നെ പെഡൽസ് എല്ലാം കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഡാഷ്ബോർഡിലൊന്നും ഒരുപാട് ഡീറ്റെയിലിംഗ് ഇല്ല കേട്ടോ. പിന്നെ സീറ്റ്സിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ഷീൽഡ് കാണാം. എൻജിൻ പ്ലേസ് ചെയ്തേക്കുന്നത് റെയർ സൈഡിലാണ്. ഇതിൻ്റെ ഹുഡ് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ ഫുൾ എംപ്റ്റി ആണ്. അപ്പോൾ നമുക്കത് ട്രങ്ക് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരു മാസീവ് ആയിട്ടുള്ളൊരു എൻജിൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്നും കുറച്ച് കസ്റ്റം ചെയ്തിട്ടാണ് ടെയിൽ ലൈറ്റ് എല്ലാം ഉള്ളത്. പിന്നെ അവിടെ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫാസ്റ്റ് സാഗ എന്നുള്ള ലൈസൻസ് പ്ലേറ്റ് കാണാൻ പറ്റും. പിന്നെ 4 റബ്ബർ ടയേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 4 ഗോൾഡൻ കളറിൽ വരുന്ന റിംസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബേസിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് 2 റേഡിയേറ്റർ ഫാനിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഡിസ്ക് ബ്രേക്കാണ് ഈ മോഡലിന് വരുന്നത്. പിന്നെ താഴെ റൈറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ജേഡ ടോയ്സിനും പിന്നെ ഇത് ഏതാ മോഡലിനുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ തന്നെ അടിയിൽ കൊടുത്തിട്ടുമുണ്ട്. ഇത് 1973 പ്ലിമൗത്തിൻ്റെ ബറാക്യൂഡ എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഫ്യൂരിയസ് 7 ടൈറ്റിൽ ഇൻട്രോയിൽ ഡോം ഈ കാറ് ഓടിച്ചു വരുന്നൊരു സീനുണ്ട്. അതുപോലെ തന്നെ ലെറ്റി ഈ കാറ് ഡ്രാഗ് റേസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ കാറ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതൊരു 2 കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പെയിൻറ് വരുന്നത്. പ്രൈമറി ആയിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്ലോസി പെയിൻറ്റും അതുപോലെ സെക്കൻഡറി ആയിട്ട് ആഷ് കളറിൽ വരുന്ന മാറ്റ് പെയിൻറ്റുമാണ്. അത് നമുക്ക് ഹുഡിലും റെയർ സൈഡിലും പിന്നെ ടയേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രില്ല് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് കാണാൻ പറ്റും. ഒരു മാസീവ് ആയിട്ടുള്ള വലിയൊരു ഹുഡ് കാണാം. ഈ ഹുഡിൽ തന്നെ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹുഡ് പിൻസുകൾ കൊടുത്തത് കാണാൻ പറ്റും. പിന്നെ ഈ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജിന് റേഡിയേറ്റർ ഫാന് അത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ തന്നെ കൊടുത്ത് കാണാം. അത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിലാണ് എൻജിനൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ 2 ഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഡോസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 റബ്ബറിൻ്റെ മിറേഴ്സ് കാണാൻ പറ്റും, വിച്ച് ഇസ് എ ഗുഡ് തിങ്. കാരണം ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള മിറേഴ്സ് ആണെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ കാറിൽ കുറച്ച് ബോറായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഡോറ് 2 കുറച്ച് അധികം വൈഡായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. അത് നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കാറിങ്ങനെ ഡോറ് തുറന്ന് വെക്കുമ്പോൾ ഭയങ്കര വിയേർഡ് ലുക്കാണ് തരുന്നത്. ഭയങ്കര ബോറാണ്. അതെന്താ ഇത്രയും വൈഡാക്കി അവർ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തോന്നില്ലേ കുറച്ചധികം വൈഡായിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പിന്നെ ഡാഷ്ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ ആ ഭാഗത്തായിട്ട് മറ്റേ സ്പീഡോമീറ്ററോ ഫ്യൂവൽ ഗേജോ അത്രയും ഡീറ്റെയിലിങ്ങിൻ്റെ സ്റ്റിക്കറോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 സീറ്റ്സ് കാണാൻ പറ്റും പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ സ്റ്റിയറിങ്ങും ഗിയേഴ്സും പെഡൽസ് എല്ലാം കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ റിയർ സൈഡ്സിലും സീറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, കണ്ടില്ലേ.
ട്രങ്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ബൂട്ട് സ്പേസ് എല്ലാം നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. പിന്നെ റിയർ സൈഡിലെ ടെയിൽ ലൈറ്റും പിന്നെ ഫ്യൂരിയസ് 7 എന്നുള്ള ലൈസൻസ് പ്ലേറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് 4 റബ്ബർ ടയേഴ്സാണ് വരുന്നത്. അതിൽ തന്നെ റിമ്മ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ സർക്കിളിൽ ആഷ് പെയിൻറ്റും അതുപോലെ ഔട്ടർ സർക്കിളിൽ ക്രോമിൻ്റെ പെയിൻറ്റുമാണ് കൊടുത്തേക്കുന്നത് ടയേഴ്സ് എല്ലാം തന്നെ. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസ് കാണാൻ പറ്റും. അതിൽ തന്നെ പ്രൊപ്പലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ തന്നെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിപ്പ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ തന്നെ ക്യൂഡാന്ന് എഴുതിയിട്ടുള്ളൊരു ലോഗോയും നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങളൊരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസിലെ കാറുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽസുകൾ മേടിച്ച് ഷോക്കേസിൽ വെക്കാവുന്നതാണ്. ഈ ജേഡ ടോയ്സ് ഈ 2 കാർസ് അല്ലാതെ തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസിലെ കുറേ കാർസുകൾ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ മോഡലുകളൊക്കെ കാണാൻ പറ്റും, പർച്ചേസ് ചെയ്യാനും പറ്റും. ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസിൽ നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു പുതിയ സ്കെയിൽ മോഡലായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.